ഹലോ, ഗുഡ് മോർണിംഗ്. എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നതും ഒരു തോരനാണ്. പയറും പയറിൻ്റെ നാമ്പും അല്ലെങ്കിൽ പയറിൻ്റെ കഴുത്തും ഇത് രണ്ടും കൂടെ നമുക്കൊരു തോരൻ വെച്ച് നോക്കാം. കൂടുതൽ പയറില്ലായിരുന്നു, അപ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് പയറിൻ്റെ നാമ്പ് അല്ലെ ചെറിയ കിളുന്നിലകൾ അത് രണ്ടും കൂടെ ചേർത്ത് ഉള്ളൊരു തോരൻ നമുക്ക് കാണാം. ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. അപ്പോൾ കണ്ടോ ഇന്നത്തെ കറി എന്താണെന്ന്? ഇന്ന് പയറിൻ്റെ നാമ്പ് അല്ലെ പയറും കഴുത്ത് ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. അതിവിടെ അതും രണ്ടും കൂടെ കറി വെക്കാമെന്ന്. ആദ്യം പയറിൻ്റെ നാമ്പ് അരിഞ്ഞ് വെള്ളമൊഴിച്ച് തിളപ്പിച്ചൂറ്റി കളയണം. എന്നിട്ട് സാധാരണ കറി വെക്കുന്നത് പോലെ അതിൻ്റെ കൂടെ പയർ അരിഞ്ഞതും ചേർത്ത് മുളകരപ്പിട്ട് കറിയാക്കുന്നു. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് കറി ഉണ്ടാക്കുന്നതെന്ന് കാണാം. ഓക്കെ, ഞാനിവിടെ പയർ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പയറിൻ്റെ നാമ്പ് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിനെ ഒന്ന് തിളപ്പിച്ചൂറ്റാൻ വേണ്ടി അടുപ്പത്ത് വെച്ചിരിക്കുകയാണ്. തിളച്ച് കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ വെള്ളം ഊറ്റിയെടുക്കാം. അതവിടെ ഇരുന്ന് ഒന്ന് തിളക്കട്ടെ. പയർ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതൊരു കുറച്ചേ കിട്ടിയുള്ളൂ. ചിലത് പുളിക്കാറായതായിരുന്നു, ചിലതിൻ്റെ കേടായിരുന്നു. പിന്നെ ഇത് നമ്മുടെ ഇല അരിഞ്ഞ് തിളപ്പിച്ചൂറ്റിയത്. ഇനി ഇത് രണ്ടും കൂടെ നമുക്ക് ഒന്നിച്ചിട്ട് അരപ്പിട്ട് വേവിക്കാം. ഞാനിപ്പോൾ പയറിലേക്ക് ഇതിടുക. അപ്പോൾ ഇനി നമുക്ക് അരപ്പിനുള്ള കാര്യങ്ങൾ ചെയ്യാം. മിക്സിയുടെ ചെറിയ ജാറെടുത്ത് ഒരു 2-3 ഉള്ളി ഇട്ടു, മുളകിട്ടു, തേങ്ങ ചിരണ്ടി നേരത്തെ ഫ്രിഡ്ജിൽ വെച്ചിരുന്നതാണ്. അതുകൊണ്ട് അതപ്പടി കട്ട പിടിച്ചിരിക്കുന്നത്. അതിനകത്ത് ഞാൻ കുത്തിപ്പിടിച്ചെടുത്തത്. തേങ്ങ ഇട്ടു, ഇനി അല്പം മഞ്ഞളും കൂടെ ചേർക്കാം. ഇനി ഇതൊന്ന് കറക്കിയെടുക്കാം. അധികം അരയണ്ടല്ലോ, ഒന്ന് ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കാം മിക്സിക്കകത്തിട്ട്. നമുക്ക് അരപ്പ് ചേർക്കാം. മിക്സിയുടെ ജാറ് കഴുകി അല്പം വെള്ളം ഒഴിക്കാം. അതിൻ്റെ കൂടെ തന്നെ ഇത്തിരി ഉപ്പും നീരും കൂടെ ഒഴിക്കാം. തന്നെ വീട്ടിലുണ്ടാക്കിയ മഞ്ഞളായതുകൊണ്ട് കേട്ടോ. ഈ മഞ്ഞൾ അരച്ചിട്ടാൽ ഒരിക്കലും നിറമില്ല. പക്ഷെ കറി വെന്ത് കഴിയുമ്പോൾ അതിന് നിറം വന്നോളും. നിങ്ങളോർക്കും ഞാൻ മഞ്ഞളിട്ടിട്ട് നിറമില്ലല്ലോ എന്ന്. പക്ഷെ കറി ആയി കഴിയുമ്പോൾ ഇതിന് നല്ല മഞ്ഞ നിറം വരും. ഇപ്പോൾ അതിന് മഞ്ഞൾപ്പൊടിയല്ല, മഞ്ഞൾപ്പൊടിയാണ്. അതുകൊണ്ട് അത് വേകുമ്പോൾ അതിന് കളർ ഇറങ്ങുള്ളൂ. അപ്പോൾ നമ്മുടെ കറി വെന്ത് തോർന്നു, തോരനായി. നമുക്കതിന് ഇച്ചിരി കടുക് പൊട്ടിക്കാം. ഇലയല്ലേ, അപ്പോൾ ഇല ആയതുകൊണ്ട് ഇപ്പം നമുക്കൊരല്പം എണ്ണ കൂടെ ചേർത്തേക്കാം. അപ്പോൾ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചു, എണ്ണ ഒഴിച്ചു, തീ കത്തിച്ചു, എണ്ണ ഒഴിച്ചു. കടുകൊന്നും ഇടുന്നില്ല കേട്ടോ, കടുക് പൊട്ടിക്കാന്ന് പറഞ്ഞാലും. ഉള്ളി ഇട്ടു, കറിവേപ്പില ഇട്ടു. ഇത് മൂക്കുമ്പോൾ നമുക്ക് കറിക്കകത്തേക്ക് എടുത്തൊഴിക്കാം. കാരണം ഇലയിലൊക്കെയുള്ള ചില വിറ്റാമിനുകളും ഒക്കെ നമുക്ക് കിട്ടണമെങ്കിൽ, എയും ഡിയും ഒക്കെ കിട്ടണമെങ്കിൽ ഇച്ചിരി എണ്ണ ആവശ്യമുണ്ട്. അതുകൊണ്ട് കടുക് പൊട്ടിക്കാന്ന് വെച്ച്. ഞാൻ അല്ലെങ്കിൽ നല്ലപോലെ തേങ്ങ ചേർക്കുന്ന തോരനുകൾക്കൊന്നും അധികം കടുക് പൊട്ടിക്കാറില്ല. എണ്ണ മൂത്തിട്ടുണ്ട്. നമുക്ക് തീ ഓഫാക്കിയിട്ട് ഒഴിക്കാം.
അപ്പം നമ്മുടെ സ്വാദിഷ്ടമായ പയറിൻ്റെ നാമ്പും പയറും കൂടെയുള്ള കറി റെഡിയായി. അപ്പോൾ ഇലക്കറി കൂട്ടുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഓരോ പയറും കടിക്കും. അപ്പോൾ അത് ഇലയിട്ടത് കൊണ്ട് ഗുണവും കൂടും, പയർ ഉള്ളത് കൊണ്ട് രുചിയും കൂടും. അപ്പം നമ്മുടെ രുചികരമായ സ്വാദിഷ്ടമായ ഗുണസമ്പൂർണമായ വിറ്റാമിനുകൾ നിറഞ്ഞ ഇലക്കറി റെഡിയായി. ശരി, അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളിതുപോലെ ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് എൻ്റെ വീഡിയോ കണ്ടു കഴിഞ്ഞ് കമൻ്റ് ഇടണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ പുതിയ ഇതുപോലെയുള്ള വിഷമില്ലാത്ത നമ്മുടെ വീട്ടിൽ തന്നെ നമ്മുടെ മുറ്റത്തുനിന്ന് കിട്ടുന്ന കറികളെക്കുറിച്ചുള്ള മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വരാം. അപ്പം അതുവരെ ബൈ.